ഒരുമിച്ചു കളിച്ചു വളർന്ന സുഹൃത്തുക്കളുടെ അന്ത്യയാത്രയും ഒന്നിച്ച് നെഞ്ചുലഞ്ഞ ഒരു നാട്. കഴിഞ്ഞ ദിവസം മീൻ പിടിക്കുന്നതിനിടെ പാറക്കുളത്തിൽ വീണു മരിച്ച സഹപാഠികളുടെ മൃതദേഹങ്ങൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പകര ജുമാ മസ്ജിദിൽ ഖബറടക്കി. ഇട്ടിലാക്കൽ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. മീൻ പിടിക്കുന്നതിനിടെ പാറക്കുഴിയിൽ വീണു മരിച്ച സുഹൃത്തുക്കളായ സഹപാഠികൾക്ക് നാട് കണ്ണീരോടെ വിട നൽകി. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തം സംഭവിച്ചത്. കളിക്കൂട്ടുകാരും അയൽവാസികളുമായ വരിക്കോട്ടിൽ മുനീറിന്റെ മകൻ ഫാദി അമൻ, വെള്ളിയത്ത് സമീറിന്റെ മകൻ അസ്ലഹ് എന്നിവരാണ് പാറക്കുഴിയിൽ മീൻ പിടിക്കുന്നതിനിടെ മുങ്ങി മരിച്ചത്. ഇരുവരുടെയും മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഇട്ടിലാക്കൽ ALP സ്കൂളിൽ എത്തിച്ചത്. സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മിജി, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് പറപ്പൂത്തടം, താനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അസ്കർ, E ജെയിൻ, കെൻ മുത്തുക്കോയ തങ്ങൾ, താനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ TS സുമ, ശ്രീജ തുടങ്ങി നിരവധിവർ അന്ത്യോപചാരം അർപ്പിച്ചു. فلا يستطيعون توصية ولا إلى أهلهم يرجعون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون. സഹപാഠികളും അധ്യാപകരും നിറഞ്ഞ കണ്ണുകളോടെയാണ് ഇരുവർക്കും വിട നൽകിയത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് പകര 5000 റോഡ് കുണ്ടുംകുളത്തിലെ പാറക്കുഴിയിൽ മീൻ പിടിക്കുന്നതിനിടെ മുങ്ങി മരിച്ചത്. കൂടെയുണ്ടായിരുന്ന കുട്ടികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പരിസരവാസികളെത്തി ഇരുവരെയും മുങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിദ്യാലയത്തിലെ പൊതുദർശനത്തിന് ശേഷമാണ് ഇരു വീടുകളിലേക്കും എത്തിച്ചത്. തുടർന്ന് ഉച്ചയോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പകര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്തു. കളിക്കൂട്ടുകാർക്ക് അടുത്തടുത്തായാണ് ഖബർ ഒരുക്കിയത്.